സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് തലയെ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞു, എല്ലാ ബന്ധവും കൂടെ വെച്ച് അവസാനിപ്പിച്ചു, നിന്നെ പടിയടച്ച് പിണ്ടം വെച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നനഞ്ഞ് ആവേശത്തിൽ തന്നെ കാറിൽ കയറി പോവും. മീനാക്ഷി ആണെങ്കിൽ ആ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബാലനും കൂട്ടരും അകത്തേക്ക് കയറിപ്പോവും. അതിനുശേഷം ആകാശ് പറയുന്നുണ്ട്, വാ മീനാക്ഷി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മീനാക്ഷിനെ വിളിച്ച് അകത്തേക്ക് പോകും. ബാലൻ വിഷമത്തോടെ ഇങ്ങനെ ചെന്നിട്ട് സെറ്റിയിൽ ഇരിക്കുകയായിരിക്കുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ തളർന്ന് വീഴുന്നുണ്ട്. ബാലൻ വീഴുമ്പോൾ എല്ലാവരും കൂടി കരഞ്ഞു ഓടി ചെന്ന് എന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് കരഞ്ഞു വിളിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മകൾ വന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. മൂത്ത മോളോട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യാന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മീനാക്ഷിയും ആകാശും. മീനാക്ഷി പെട്ടെന്ന് എല്ലാം താൻ കാരണല്ലോ എന്ന് ആലോചിച്ചിട്ട് നീങ്ങി നിന്ന് മീനാക്ഷി പെട്ടെന്ന് കരയുന്നുണ്ട്. മീനാക്ഷി കരയുന്നേട്ടപ്പോൾ ആകാശ് പിന്നാലെ ചെന്നിട്ട് കരയില്ല മീനാക്ഷി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ഗോമതി അങ്ങനെ, എടാ നിനക്ക് മീനാക്ഷി കരയണത് നിനക്ക് വിഷമമുള്ളല്ലേ, ഞങ്ങൾ കരഞ്ഞാലൊന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചിങ്ങനെ ചെന്ന് ചാടുന്നുണ്ട് നമ്മുടെ ആകാശിന്റെ അടുത്തേക്ക്. ഗോമതി മിണ്ടാണ്ടിക്ക്, എന്താ ഇതൊക്കെ, നീ ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ബാലനകത്തേക്ക് വിഷമത്തോടെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരേ വഴിക്ക് പോകുന്നുണ്ട്. ആകാശനും മീനാക്ഷിക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ പറഞ്ഞ് എനിക്ക് കോമഡി സ്റ്റോഴ്സിൽ ഒന്ന് പോകണം, കോമഡി സ്റ്റോഴ്സിൽ ചെന്നിരുന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗോമതി പറയുന്നുണ്ട് വേണ്ട, ഇപ്പൊ പോണ്ട, എന്നാൽ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ധർമ്മനെയും കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ. ഗോമതി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾക്ക് തമ്മ മാത്രമേ ഉള്ളൂ, മക്കളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് മക്കളെ കണ്ടും മാമ്പു കണ്ടും വളരരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടേതായ വഴി, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ പരിഹാസം, വഴി നീള ആൾക്കാർ നിൽക്കുന്നു. ബാലന്റെ മോനെ ഒരു പെണ്ണ് ഉണ്ടെന്നല്ലേ ഒരാൾ ചോദിക്കുന്നു. പിന്നത്തെ ആൾ ചോദിക്കുന്നത് എന്നാലും പൂച്ചനെ പോലെ നടന്ന് ഒരാളെ മുഖത്ത് നോക്കാത്ത ആ ആകാശം ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളും പരിഹസിച്ച് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതാണ് പറഞ്ഞ മക്കളെ കണ്ടും മാമ്പും കണ്ടും നമ്മൾ പഠിക്കരുത്, നമ്മൾ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ രാമേട്ടൻ ഓടി ഒന്ന് ചോദിക്കണ്ടേടാ നിനക്ക് എന്താടാ കുഴപ്പം, ബാലന്റെ മോനൊരു പെണ്ണ് കൊണ്ടെന്നാണ് നിന്റെ കുഴപ്പം, നീയൊക്കെ നിന്റെ വീട്ടിൽ ആരെങ്കിലും ചാടിപ്പോവാതെ നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ബാലൻ തളർന്ന കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അവിടെ ആനന്ദ് നിൽക്കുന്നുണ്ടാവും. ആനന്ദ് വന്ന് ബാലനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, അവനങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ലല്ല, അവനോട് ക്ഷമിക്കാച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്ത് മോനെ ഓഫീസിൽ പോവാഞ്ഞെന്നൊക്കെ ചോദിച്ച് ബാലൻ വളരെ വിഷമത്തോടെ എഴുന്നേറ്റ് മോൻ പൊക്കോ, അച്ഛൻ ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നീട് ആനന്ദിന്റെ തോളിൽ ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് കുഞ്ഞുങ്ങളെ പോലെ. അത് കണ്ട് രാമേട്ടൻ ഒരുപാട് വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യൻ അമ്പലത്തിന്റെ ആൽത്തറയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 2 കൂട്ടുകാരുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട്, ഇതെന്ത് മര്യാദടാ, തെറ്റ് ചെയ്ത് നിന്റെ ചേട്ടൻ അകത്തുമായി നീ പുറത്തുമായി എന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ലടാ, ഞാൻ ചേച്ചിനെയും ചേട്ടനെയും അച്ഛനകത്ത് കയറ്റിയല്ലോ, എനിക്ക് അത് തന്നെ സമാധാനം, അവരെയും കൂടി കയറ്റില്ലായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കും, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒക്കെ നടക്കും, എനിക്കൊരു പേടിയൊന്നുമില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വായോ എന്ന് പറയുമ്പോൾ വേണ്ടടാ, അങ്ങനെ വന്നാൽ ശരിയാവില്ല, ഞാൻ എൻ്റെ കാര്യം നിങ്ങൾ ആരും നോക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ധർമ്മനും ആകാശം കൂടി വണ്ടിമേൽ നമ്മുടെ ആര്യൻ അന്വേഷിച്ച് നടക്കായിരിക്കുള്ളൂ. പെട്ടെന്ന് ആര്യനെ കാണുന്നുണ്ട്. അങ്ങനെ ആര്യൻ്റെ അടുത്തേക്ക് വന്ന് ആകാശം ഒരു കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിക്കറിയുന്നടാ, ക്ഷമിക്കടാ ഈ ചേട്ടനോട്, ചേട്ടന് നിനക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, ആ സമയത്ത് നിന്നെ ഒന്നും കൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ അടിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാണ്ട് നിന്നത്, നിന്നെ പുറത്താക്കിയിട്ട് എനിക്ക് അവിടെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയോടാ, ഞാൻ അച്ഛൻ്റെ അമ്മരെ കാല് പിടിക്കാടാ, നീ വായോ എന്നും പറഞ്ഞ് പൊട്ടിക്കറിയാണ് ചെയ്യുന്നത്. ഏട്ടനെ എന്തിനാ വിഷമിക്കണേ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം, നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ മെത്തയിൽ പോയി കിടക്ക്, ഞാൻ ഈ റോട്ടിൽ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരന്മാരോട് അതിന്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയെ തോറ്റാൽ ഒരു പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ അടിക്കും, കാരണം നിങ്ങൾ തോറ്റത് ഞാൻ കാരണം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ അച്ഛൻ എന്നെ അടിക്കുള്ളൂ, ഞാനിപ്പോൾ ഒരു അടിമ പോലെയാണ്, എനിക്കിപ്പോൾ അതുകൊണ്ട് അതിലൊരു വിഷമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മാവനും പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ രാമേട്ടൻ്റെ വീട്ടിൽ നിൽക്ക്, 2 ദിവസം രാമേട്ടൻ്റെ വീട്ടിൽ കഴിയും, അതിനിടയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നടക്കും,
രാമേട്ടൻ്റെ വീട്ടിൽ താമസിച്ച അച്ഛൻ അറിയില്ലെന്ന് വെച്ചപ്പോൾ അച്ഛൻ അറിയാണ്ടൊക്കെ രാമേട്ടൻ നോക്കിക്കോളും, നീ ധൈര്യപ്പെട്ട് രാമേട്ടൻ്റെ വീട്ടിൽ പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ആകാശ് വീണ്ടും കരയുന്നുണ്ട്, പറയുന്നുണ്ട് നീ പോടാ, നീ രാമേട്ടൻ്റെ വീട്ടിലെങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, എനിക്ക് വേണ്ടിയെങ്കിലും പോകാൻ പറയുമ്പോൾ നിങ്ങൾ സമാധാനപ്പെട്ട് ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോമതിയും മുറ്റത്തിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയായിരിക്കും, ഇരുട്ടണ് ആ സമയത്ത് അപ്പുറത്തുനിന്ന് മതിലിൻ്റെ അവിടെ നിന്നിട്ട് അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മോളേന്ന് വിളിച്ചപ്പോൾ ഗോമതി ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ആരൊക്കെ സമാധാനിപ്പിച്ചാലും സ്വന്തം അമ്മ സമാധാനിപ്പിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയിന്. എന്തിനാ മോളെ നീ കരയിനെ, അതിന് മാത്രം ഒന്നും നിങ്ങളെ വീട്ടിൽ സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ നിന്റെ മോൻ നല്ല അന്തസ്സുള്ള ഒരു ജോലിയൊക്കെ അന്തസ്സുള്ള വീട്ടിൽ കുടുംബത്തിൽ നിന്നും ജോലിയുള്ള ഒരു പെൺകുട്ടീനല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്, അത് നീ നഷ്ടപ്പെടാണ്ട് നോക്ക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 28 വർഷങ്ങൾക്ക് മുന്നേ നീ ചെയ്ത തെറ്റിന് ഗോമതി ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അതെന്താ നീ മറക്കണത്? കാലചക്രം തിരിഞ്ഞു എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കും ആങ്ങളമാർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, നീ നിന്റെ മോശമായ കണ്ണുകളോട് നോക്കി കാണുന്നത് കൊണ്ടാണ്. ആങ്ങളമാരെന്തെങ്കിലും ചെയ്തോട്ടെ, അവന്മാര് പൊട്ടന്മാരെന്ന് വിചാരിച്ചാൽ മതി, പക്ഷെ അമ്മനെ നീ ആ കണ്ണോട്ട് കാണരുത്. പിന്നെ നിന്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നത് നീയിന് നിന്റെ വീട്ടിലൊരാളും കൂടെ കൂടിയെന്ന് നീ വിചാരിക്കണം. മാത്രല്ല ഇനി അവളെ നീ സ്നേഹിക്കണം, അതില്ലാണ്ടാക്കരുത് നീ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗോമതി സമാധാനത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനു മുന്നേ അനുജ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അനുജനെ ഭർത്താവ് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അനുജയുടെ ഭർത്താവിന് വരാൻ പറ്റില്ല കുഞ്ഞിനെയും കൊണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ അനിയത്തിയോടായിട്ട് പറയുന്നുണ്ട് കൈവശം കൊടുത്തതാവും ആകാശിന്, അല്ലാണ്ട് ആകാശ് ഇങ്ങനെ സംഭവിക്കില്ല. കൈവശം കൊടുത്താൽ ഏത് പെണ്ണിന്റെ പിന്നാലെ ആണ് പോകോടി എന്നൊക്കെ പറഞ്ഞ് അനിയത്തി അങ്ങനെ എരുകയറ്റി കൊടുക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് പോകാൻ നോക്കിയേ കൈവശം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ കമ്മൽ കാണുമ്പോൾ പുതിയ കമ്മലാണോ നിനക്ക് അച്ഛൻ മേടിച്ചെന്നല്ലെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് ഈ വീട്ടിലാരും ഇത്രയധികം വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് മീനാക്ഷി അവരേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. മീനാക്ഷി അവിടേക്ക് ചെന്നപ്പോൾ മീനാക്ഷി കണ്ടപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടും. പക്ഷെ മീനാക്ഷി കാണുമ്പോൾ തന്നെ അനുജ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. മീനാക്ഷി നമ്മുടെ അനിയത്തിയോട് ചെറിയ മോളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഗോമതി വന്നു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഓടിക്കുന്നു. അനുശ്രീ നിനക്ക് വേറെ പണിയൊന്നുമില്ല, പുറത്ത് നിന്റെ റൂമിലേക്ക് പോകാനൊക്കെ പറഞ്ഞ് അങ്ങനെ മീനാക്ഷിനെ ഒറ്റപ്പെടുത്തുന്നത് ചെയ്യുന്നത്. അതിനുശേഷം രാമേട്ടൻ്റെ വീട് കാണിക്കുന്നത്. രാമേട്ടൻ്റെ വീട്ടിൽ ആര്യം പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചിങ്ങനൊക്കെ എടുക്കായിരിക്കും, ബ്ലൂടൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാമേട്ടൻ്റെ വിചാരം വിഷമിച്ച് കിടക്കുന്ന ബ്ലൂടൂത്തിലെ പാട്ട് കേൾക്കുന്ന കാര്യമൊന്നും രാമേട്ടൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാവം വിഷമിച്ച് കിടക്കുന്നു, വീട്ടുകാരെ അടിച്ചിറക്കിയത് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ എനിക്ക് രാമേട്ടൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പറയുന്നുണ്ട്. കളഞ്ഞല്ല രാമേട്ട, ഞാൻ നല്ല പാട്ട് കേട്ട് കിടക്കായിരുന്നു. നീ വിഷമിച്ച് കിടക്കല്ലേ? വിഷമിക്കണോ എന്തിന്? ഞാൻ ഇന്നലെ വരെ അവിടെ അടിമായിരുന്നു, നിന്ന് തുടങ്ങി ഞാൻ അടിമ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, എനിക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് നീ രാമേട്ടൻ ഈ പാട്ടൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞ് രാമേട്ടൻ്റെ ചെവിട്ടിലായ ബ്ലൂടൂത്ത് വെച്ച് കൊടുത്തപ്പോൾ രാമേട്ടൻ ഡാൻസ് കളിക്കുന്നു. അങ്ങനത്തെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞടാ നിനക്ക് നിന്റെ അച്ഛനെ അമ്മനെയൊന്നും കാണാനില്ലെന്ന് വെച്ചപ്പോൾ കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അമ്മനെ കാണണം, ഏട്ടന്മാരെ കാണണം, അമ്മനെ കാണണം, അനുശ്രീനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്നില്ലെന്ന് വെച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എടാ നിനക്ക് അറിയാഞ്ഞിട്ടുണ്ട്, അങ്ങേരെ പോലെ ലോകത്ത് ഭാര്യനെയും മക്കളെ സ്നേഹിക്കുന്ന ഒരാളില്ലടാ, നിങ്ങളെ കാര്യത്തിൽ അയാൾക്ക് ജീവനാണ്, നിന്റെ അച്ഛനെ എനിക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആര്യൻ. നീ വായോ നിനക്ക് ഞാൻ ദോശയും വടയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദോശയും വടയും ആർക്ക് വേണം? എനിക്കൊന്നും വേണ്ട ദോശയും വടയും, ഞാൻ നല്ല ഫ്രഞ്ച് ഡിഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. രാമേട്ടൻ വന്ന് നമുക്ക് അടിച്ച് പൊളിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാമേട്ടൻ പറയും ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രാമേട്ടൻ അടുക്കളയിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ബാലനും അതുപോലെ തന്നെ ആനന്ദും കൂടി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മീനാക്ഷിയും ആകാശനെങ്കിൽ കല്യാണ വേഷത്തിൽ അതേ വേഷത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, മാറിയിട്ടുമില്ല. അവരോട് ആരോടും മാറാനും പറയുന്നില്ല. അവർക്ക് റൂം പോലും ഒന്നും കൊടുത്തിട്ടില്ല. ഗോമതി ഇനി അവരെ കണ്ട ഭാവം നടിക്കുന്നുമില്ല. ഗോമതി ഭക്ഷണം വിളമ്പെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. എന്താ നോക്കിയിരിക്കണത്? നമ്മുടെ ദേവമംഗലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ മോളെ നീ പോയി ഭക്ഷണം വിളമ്പെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു പോയി ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ആകാശിനെയും മീനാക്ഷിനെയും മാത്രം വിളിക്കുന്നില്ല, മറ്റെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഗോമതി നീ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ധർമ്മ നീ ഇരിക്കില്ല? ഞാനത് ചോദിക്കാനിരിക്കായിരുന്നു, അല്ലെങ്കിൽ അളിയ വിചാരിക്കും ഇന്നത്തെ വിഷമത്തിൻ്റെ ഇടയിൽ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കേണ്ടതെന്ന് തീരുമാനിച്ചെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പറ്റ് പോലും നമ്മുടെ ബാലേട്ടൻ കഴിക്കുന്നില്ല. കാരണം ആകാശം മീനാക്ഷി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, അവരോടാണെങ്കിൽ ഇരിക്കാൻ പറയുന്നുമില്ല, ഇരിക്കാൻ പറയാൻ അഭിമാനവും സമ്മതിക്കുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ബാലൻ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്.
ബാലൻ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോയപ്പോൾ ആനന്ദിന് ആകെ വിഷമാവുന്നത്. ആനന്ദിനല്ലെങ്കിലും മീനാക്ഷിനെയും ആകാശിനെയും അടുത്തിരുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെ മുഖത്തേക്ക് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.